ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലു സമോസയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതോളം ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഇതിനെ അജ്വാൻ എന്നും പറയാറുണ്ട്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവമാവുന്നത് വരെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിന ഇലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ചെറിയ ഉരുളയാക്കി എടുക്കാം. ഇനി ഇതിനെ കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ നടുവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി കുറച്ച് വെള്ളം തടവി കൊടുക്കാം. ഇതിനെ ഒരു കോൺ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി ഒരു മടക്കിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇതുപോലെയാണ് ഇത് വരേണ്ടത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി തിളച്ച വന്ന എണ്ണയിലോട്ട് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ആലു സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.